വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വ്ലോഗായിട്ട് ഞാൻ ചാനലിലെത്തുന്നത്. ഞാൻ വരാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. ഊട്ടിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ ടു ഊട്ടിയാണ്. അപ്പം ഞാനും ഏട്ടനും ഞങ്ങളുടെ കസിൻസ് 2-3 പേരുമുണ്ട്. അപ്പം ഞങ്ങൾ കാറിനാണ് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് യാത്ര തുടരാം. ഞങ്ങൾ രാവിലെ മോർണിംഗ് 7 o'clock ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. ഈ കാണുന്നത് കുതിരാൻ ടണലാണ്. പാലക്കാട് ഭാഗത്തോട്ട് കയറുമ്പോൾ ഉള്ള എൻട്രിയാണിത്. നല്ല രസമാണ് ഇതിലൂടെയുള്ള യാത്ര. ഇതുവഴി ആരെങ്കിലും പാസ് ചെയ്ത് പോകണം, മസ്റ്റായിട്ട് ഈ റൂട്ട് തന്നെ പാസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് പാലക്കാട് ഹൈവേ റൂട്ട് വഴിയാണ്. അപ്പോൾ പാലക്കാട് ഹൈവേ കയറി കഴിയുമ്പോൾ തന്നെ 2 സൈഡുകളിലും ഈ സീനായിരിക്കും കാണുന്നത്. നല്ല കോടമഞ്ഞ് നിറഞ്ഞിട്ടുള്ളൊരു സീൻ തന്നെ ആയിരിക്കും മോർണിംഗ് ടൈമിൽ നമ്മളിവിടെ പാസ് ചെയ്യുമ്പോൾ കാണുന്നത്. ഇത് പുതുശ്ശേരി ഈസ്റ്റ് വാളയാർ റൂട്ടാണിത്. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ റൂട്ട് നിർത്തിയതാണ്. ഭയങ്കര ഒരു കാറ്റും ആ കാറ്റിനൂടെ തന്നെ നല്ലൊരു തണുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ കഴിക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരുന്നത് പുട്ടും ചിക്കൻ കറിയും ആയിരുന്നു. അങ്ങനെയുള്ള ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ തമിഴ്നാട് ബോർഡർ കയറി. ഇവിടുന്ന് കോയമ്പത്തൂരിലോട്ട് 21 kilometers ആണുള്ളത്. കോയമ്പത്തൂർ ടൗണിൽ നിന്ന് ഊട്ടിലോട്ട് 97 kilometers ആണിത്. അത്യാവശ്യം നല്ല റഷാണ് കോയമ്പത്തൂർ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഫേമസ് ആയ പോത്തീസ്, ചെന്നൈ സിൽക്സ്, അങ്ങനെ അതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു മെയിൻ സെൻറ്ററാണ്. അവിടെ നല്ല റഷുമാണ് ഈ റൂട്ട് എല്ലാം. കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയം റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ മാനിനെയും അവിടെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഊട്ടി പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും പാസ് എടുത്ത് തന്നെ പോകണം. കാരണം ഈ ഫോറസ്റ്റിലോട്ട് എൻട്രി ചെയ്യുന്ന ഭാഗത്ത് തന്നെ ചെക്കിംഗ് ഉണ്ട്. ചുരമൊക്കെ ഉണ്ടായിരുന്നു. ചുരം കയറി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സീൻ കണ്ടു. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. ചുരം കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അത്യാവശ്യം ഊട്ടി ബോർഡറിലോട്ട് കയറാൻ തുടങ്ങി. നല്ല തണുപ്പും ഒരു എന്താ പറയുക, കാറ്റടിക്കുന്ന നല്ല തണുത്തൊരു ഫീലിംഗ് വരാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങളുടെ കൂടെ 5ാമനായിട്ട് വന്ന ആ ചേട്ടൻ ബൈക്കിലാണ് വന്നത്, മനുചേട്ടൻ. അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം ബൈക്കിൽ യാത്ര ചെയ്യണമെന്ന്. അങ്ങനെ ചേട്ടനെ ഞങ്ങൾ കാറിൻ്റെ അകത്താക്കി ഞങ്ങൾ 2 കൂടെ ബൈക്കിൽ 1 റൗണ്ട് അടിച്ച് ആ വഴിയെല്ലാം. നല്ല രസമായിരുന്നു ബൈക്കിൽ കൂടെ ഉള്ള യാത്രയൊക്കെ. ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ടൂടെയാണ് വണ്ടി ഇവിടെ നിർത്തിയത്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു എടുത്തത്. ഇവിടെ ശ്രേയസ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. കാറ്റ് കാണാൻ അവന് പ്ലേറ്റ് പോലും പിടിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും തണുത്ത ഒരു ഫീലിംഗ്, തണുത്തൊരു ഭയങ്കര കാറ്റുമായിരുന്നു ഈ ഭാഗങ്ങളിലെല്ലാം. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. മൗണ്ടൻ ട്രയൽസ് എന്നായിരുന്നു റിസോർട്ടിൻ്റെ പേര്. അത്യാവശ്യം നല്ല ഔട്ട്ഡോർ സീൻസൊക്കെ നല്ല രസമായിരുന്നു. സ്ട്രെയിറ്റുള്ള വ്യൂവും പിന്നെ സൈഡ് സീനും ഒക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്.
സ്ട്രൈറ്റ് നോക്കുമ്പം വലിയ കുന്നും തേയിലത്തോട്ടങ്ങളും പിന്നെ നടുക്കിലൊരു പൂള്. റിസോർട്ട് ഏകദേശം ഫില്ലായിരുന്നു. മലയാളീസ് ആയിരുന്നു കൂടുതലെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരു 3 months ബിഫോർ ഞങ്ങൾ ബുക്ക് ചെയ്തതായിരുന്നു. അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. ഞങ്ങൾ 2 റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡിൽ ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് ആയില്ലായിരുന്നു. ഫുഡ് തീരെ ഒരു മോശമായിരുന്നു. അതർവൈസ് ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയായിരുന്നു. ഇതാണ് ഞങ്ങളെടുത്ത ഒരു റൂം. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നതൊക്കെ ആണെങ്കിലും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം. പിന്നെ കുറച്ച് നേരം ഞങ്ങളൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ കസിൻ ദീപയ്ക്ക് സ്വെറ്റർ ഇല്ലായിരുന്നു. അപ്പോൾ അവരത് മേടിക്കാൻ ദീപയും സന്ദീപയും കൂടെ ടൗണിൽ പോയി. ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ പുറത്തിറങ്ങി. അപ്പം ഞങ്ങളൊരു കോഫിയും ഒരു മാഗിയും ഒക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവർ പോയത് ബൈക്കിലായിരുന്നു. അപ്പോൾ അവർ എല്ലാം കണ്ട് തിരിച്ച് വരുവാണ്. പക്ഷെ സ്വെറ്റർ കിട്ടിയില്ല. പക്ഷെ അതിന് പകരം അവർ കുറച്ച് ക്യാരറ്റാണ് മേടിച്ചിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി. അപ്പോഴത്തേക്ക് നല്ല തണുപ്പ് ഇറങ്ങാൻ തുടങ്ങി. തണുപ്പായപ്പം എല്ലാവർക്കും പൂളിലോട്ട് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുറകെ ഇവരെല്ലാവരും ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു 4:30 കഴിഞ്ഞപ്പോൾ പൂളിൽ ഇറങ്ങിയതാണ്. പക്ഷെ ഞങ്ങൾ ആ പൂളിൽ നിന്ന് ഇറങ്ങിയപ്പം ഏകദേശം നൈറ്റ് 7:30 പിന്നെ ദീപയ്ക്ക് ഭയങ്കര ആഗ്രഹം സ്വിമ്മിങ് പഠിക്കണമെന്ന് ഈ രാത്രിയിൽ. അങ്ങനെ സന്ദീപ് അത് ട്രൈ ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ അതിനിടയിൽ കുറച്ച് റീൽസൊക്കെ ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കയറിയ ക്ഷീണത്തിൽ രാത്രിയിലത്തെ ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇത്രേ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കും. ഓക്കെ, ബൈ.